class, I'm going to present a topic in macroeconomics. മാക്രോഎക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജെയിം കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദി വീഡിയോ. അറിയാം. ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പഠിക്കുന്നതിന് മുന്നേ എന്താണ് മൾട്ടിപ്ലയർ എന്നുള്ളൊരു കൺസെപ്റ്റ്, മൾട്ടിപ്ലയറിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇക്കണോമിക്സിൽ എന്താണ് ഒരു മൾട്ടിപ്ലയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ ഇക്കണോമിക്സ് എ മൾട്ടിപ്ലയർ ഇസ് എ നമ്പർ ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ മച്ച് എ ചേഞ്ച് ഇൻ വൺ ഇക്കണോമിക് വേരിയബിൾ like investment or government spending will impact another variable such as national income or output. അതായത് ഇക്കണോമിക്സിൽ മൾട്ടിപ്ലയർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇക്കണോമിക് വേരിയബിളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിൽ ഒരു ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്പെൻഡിങ് ആവാം. ഇതിലുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് വേറൊരു വേരിയബിളിന്, അതായത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന വ്യത്യാസം വേറൊരു വേരിയബിളിന് ഡബിൾ ആയിട്ട് സ്വാധീനിക്കുന്നു. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലയർ എന്നുള്ള ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് RF ഖാൻ ആണ്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ ദ റിലേഷൻ ഓഫ് ഹോം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 1931 അദ്ദേഹത്തിന്റെ ഒരു ജേണൽ ആയിരുന്നു അത്. ആ ജേണലിൽ അദ്ദേഹം എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കാൻ പോകും. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ചിട്ടാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഫസ്റ്റ് കോയിൻ ചെയ്തത് കെയ്ൻസ് ആണ്. കെയ്ൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എക്കണോമിക്സ് പഠിക്കുന്ന ഏതൊരു ഇക്കണോമിക്സ് സ്റ്റുഡൻസിനും അറിയുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ് ജെയിം കെയ്ൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ? നമ്മൾ ആ മൾട്ടിപ്ലയറിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താന്നുള്ളത് മനസ്സിലാക്കാം. So we can move to the James definitions. James Keynes definition. According to